പഴയ നിയമത്തിൽ യേശുക്രിസ്തു എന്ന ഈ പരമ്പരയിലെ രണ്ടാമത്തെ എപ്പിസോഡായ ക്രിസ്തുവും ശമരിയ സ്ത്രീയും എന്ന വിഷയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യോഹന്നാന്റെ സുവിശേഷത്തിൽ മാത്രം രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു സംഭവമാണ് ശമരിയക്കാരിയുമായുള്ള യേശുവിൻ്റെ കൂടിക്കാഴ്ച. കിണറ്റിനരികിൽ ഒറ്റയ്ക്ക് പ്രത്യക്ഷപ്പെടുന്ന ഇവർ സുവിശേഷങ്ങളിൽ ഒന്നിൽ മാത്രം പ്രത്യക്ഷപ്പെടുന്നുണ്ടെങ്കിലും തിരുവെഴുത്തുകളിൽ അറിയപ്പെടുന്ന വ്യക്തികളിൽ ഒരാളാണിവർ. യേശുവിൽ ആദ്യം വിശ്വസിച്ച ശമര്യരിൽ ഒരാളായിരുന്നു ഈ സ്ത്രീ. യോഹന്നാൻ സ്ത്രീയുടെ പേര് വെളിപ്പെടുത്തുന്നതിനു പകരം അവരെ അറിയുവാൻ വേണ്ടി ഒരു സ്ഥലത്തിൻ്റെ പേരിട്ടു. ആ സ്ഥലത്തിൻ്റെ പേരാണ് ശമരിയ. ശമരിയക്കാർ ആരാണെന്ന് അന്വേഷിക്കുന്നതിനു മുമ്പ് ഈ ദേശത്തിന് ശമരിയ എന്ന പേർ എങ്ങനെ ലഭിച്ചുവെന്ന് നോക്കാം. 1 രാജാക്കന്മാരുടെ പുസ്തകം 16:23. യഹൂദ രാജാവായ ആസയുടെ 31 ആണ്ടിൽ ഉമ്രി ഇസ്രായേലിൽ രാജാവായി 12 സംവത്സരം വാണു. പിന്നെ അവൻ ഷെമേരിനോട് ശമരിയ മല 2 താലന്ത് വെള്ളിക്ക് വാങ്ങി ആ മലമുകളിൽ പട്ടണം പണിതു. താൻ പണിത പട്ടണത്തിന് മലയുടമസ്ഥനായിരുന്ന ഷെമേരിന്റെ പേരിൻ പ്രകാരം ശമരിയ എന്നു പേരിട്ടു. അതായത് ഒരു മനുഷ്യന്റെ പേരിലാണ് ആ ദേശം അറിയപ്പെടുന്നത്. വടക്ക് ഗലീലയ്ക്കും തെക്ക് യഹൂദിയയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശമാണ് ശമരിയ. നല്ല ശമരിയക്കാരൻ എന്ന പദം പലപ്പോഴും നാം മറ്റുള്ളവരെ സഹായിക്കുന്നവരെ വിവരിക്കുവാൻ ഉപയോഗിക്കുന്നു. എങ്കിലും യഹൂദർക്ക് ശമരിയക്കാരൻ അങ്ങനെയല്ല. യഹൂദരും ശമര്യരും തമ്മിൽ സമ്പർക്കമില്ല. ഇവർ തമ്മിലുള്ള വിദ്വേഷം നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ്. എന്നാൽ ഈ വിദ്വേഷത്തിൻ്റെ കാരണം എന്താണ്? ഉത്ഭവം എന്താണ്? അക്കാലത്തെ യൂദസമൂഹം ശമരിയക്കാരെ ഇത്രയധികം നിന്ദിക്കുവാനും നിരസിക്കുവാനും കാരണമായത് എന്തായിരുന്നു? ഇവർക്കിടയിൽ എന്താണ് സംഭവിച്ചത്? ശമരിയക്കാർ ആരാണെന്നും എന്തുകൊണ്ട് യഹൂദരാൽ വെറുക്കപ്പെട്ടവരായി എന്നതും നാം അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. യേശുവിൻ്റെ കാലം വരെ അതിജീവിച്ച ഇവർ പരിമിതമായ എണ്ണത്തിൽ ഇന്നും വെസ്റ്റ് ബാങ്കിൻ്റെ വടക്കേ ഭാഗത്ത് നിലനിൽക്കുന്നു. ശമരിയരുടെ ഉത്ഭവം മനസ്സിലാക്കാൻ നമുക്ക് ഇസ്രായേൽ രാജാക്കന്മാരുടെ കാലത്തേക്ക് മടങ്ങേണ്ടത് ആവശ്യമാണ്. ഇസ്രായേൽ ഭരിച്ച യെരോബയാം രാജാവ് വിവേകശൂന്യമായ നടപടികൾ സ്വീകരിക്കുകയും ഇസ്രായേല്യരെ അഴിമതിയിലേക്കും വിഗ്രഹാരാധനയിലേക്കും ആത്മീയ അധപ്പതനത്തിലേക്കും നയിച്ചു. ഇതിൻ്റെ ഫലമായി ദൈവം അരുളി ചെയ്തതുപോലെ BC 720-721 കാലഘട്ടത്തിൽ ഇസ്രായേൽ അസീറിയക്കാർക്ക് മുന്നിൽ വീഴുകയും ശമരിയാദേശത്ത് പാർത്തിരുന്ന ഇസ്രായേലിൻ്റെ 10 ഗോത്രങ്ങളിലെ വലിയൊരു ഭാഗത്തെ അസീറിയക്കാർ അടിമകളാക്കി അശൂരിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. 2 രാജാക്കന്മാർ 17:22 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. ഇസ്രായേൽ മക്കൾ യെരോബയാം ചെയ്ത സകല പാപങ്ങളിൽ നടന്നു. അവർ അവയെ വിട്ടുമാറായികയാൽ യഹോവ പ്രവാചകന്മാരായ തന്റെ സകല ദാസന്മാരും മുഖാന്തരം അരുളിച്ചെയ്ത പ്രകാരം ഒടുവിൽ ഇസ്രായേലിനെ തന്റെ സന്നിധിയിൽ നിന്ന് നീക്കിക്കളഞ്ഞു. ഇങ്ങനെ ഇസ്രായേൽ സ്വദേശം വിട്ട് അശൂരിലേക്ക് പോകേണ്ടി വന്നു. അശൂർ രാജാവ് ബാബേൽ, കൂഥ, ഔവ, ഹമാത്ത്, സെഫർവയീം എന്നിവിടങ്ങളിൽ നിന്ന് ആളുകളെ വരുത്തി ഇസ്രായേൽ മക്കൾക്ക് പകരം ശമരിയ പട്ടണങ്ങളിൽ പാർപ്പിച്ചു. അവർ അവിടെ പാർപ്പാൻ തുടങ്ങിയപ്പോൾ യഹോവയെ ഭജിച്ചില്ല. അശൂരിലേക്ക് അടിമകളാക്കി കൊണ്ടുപോയ ഇസ്രായേലിയർക്ക് പകരമായി അശൂർ രാജാവ് തൻ്റെ അധീനതയിലുള്ള വിഗ്രഹാരാധികളായ 5 ദേശക്കാരെ കൊണ്ടുവന്ന് ശമരിയയിൽ പാർപ്പിച്ചു. ഏതു രാജ്യത്തെ അസീറിയക്കാർ കീഴടക്കുന്നുവോ ആ രാജ്യത്തിലെ സ്ത്രീകളെ അസീറിയക്കാർ വിവാഹം കഴിക്കണമായിരുന്നു. ഇതായിരുന്നു അവരുടെ വിദേശ നയം. ഇതിൻ്റെ ഫലമായി ശമര്യദേശത്ത് വസിച്ച ഇസ്രായേല്യർ ഈ വിജാതീയരുമായി കൂടിക്കലർന്ന് 2 തരം ആരാധനാരീതിയുള്ള, 2 തരം ജനതിക സ്വഭാവമുള്ള, 2 തരം സംസ്കാരമുള്ള സമൂഹത്തിൽ നിന്നും രൂപപ്പെട്ടു വന്ന ഒരു സങ്കരജാതിയായി തീർന്നു. ഈ കൂട്ടരെയാണ് ശമര്യർ എന്ന് വിളിക്കപ്പെട്ടത്. അശൂർ രാജാവിൻ്റെ ഉദ്ദേശം ഇസ്രായേല്യരെ വംശീയമായി നശിപ്പിക്കുക, അവരുടെ വിശ്വാസങ്ങളെ നശിപ്പിക്കുക, സത്യദൈവത്തെ അവരിൽ നിന്നും അകറ്റി നിർത്തുക എന്നതായിരുന്നു. സാത്താൻ അസീറിയൻ ഭരണാധികാരിയിൽ കൂടി ലക്ഷ്യമിട്ട ഒരു പദ്ധതിയായിരുന്നു.
അങ്ങനെ ഇസ്രായേല്യരുടെ ദൈവമായ യഹോവ അശൂർ രാജാവ് 5ഓളം ഇടങ്ങളിൽ നിന്നും കൊണ്ടുവന്നു സ്ഥാപിച്ച 5 തരം ബിംബങ്ങളും ആരാധന രീതികൾക്കൊപ്പം 6ാമതൊരാളായി ചുരുങ്ങി. ഇതിൽ കൂടി ഇസ്രായേല്യർ ദൈവം അവർക്ക് നൽകിയ ആദ്യ കൽപ്പന ഇവർ ലംഘിക്കുകയായിരുന്നു. പുറപ്പാട് പുസ്തകം 20:2. അടിമ വീടായ മിസ്രയീം ദേശത്ത് നിന്ന് നിന്നെ കൊണ്ടുവന്ന യഹോവയായ ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാനല്ലാതെ അന്യദൈവങ്ങൾ നിനക്ക് ഉണ്ടാകരുത്. അതേസമയം കുറെ കാലം കഴിഞ്ഞ് BC 586 തെക്കൻ യഹൂദ രാജ്യം ബാബിലോണിയൻ സാമ്രാജ്യത്തിന് മുന്നിൽ വീണു. യെരുശലേമിന്റെ മതിലുകൾ തകർക്കപ്പെട്ടു, ആലയം നശിപ്പിക്കപ്പെട്ടു, നഗരവാതിലുകൾ തകർക്കപ്പെട്ടു. ഒരു വലിയൊരു ഭാഗത്തെ ബാബിലോണിയർ അടിമകളാക്കി കൊണ്ടുപോയി. എന്നാൽ ഇവർ മറ്റു ജാതികളുമായി കൂടിക്കലരാതെ അവരുടെ പവിത്രത നിലനിർത്തി. അവർ പോയിടത്ത് ബിംബങ്ങളെ വന്ദിച്ചില്ല, നെബൂഖദ്നേസറിന്റെ ആരാധനാ രീതിയിൽ പങ്കെടുത്തില്ല, നെബൂഖദ്നേസറിന്റെ ഭക്ഷണം അവർ കഴിച്ചില്ല. അവർ വിശുദ്ധിക്ക് വേണ്ടി നിലനിന്നു. ചെറിയൊരു ജനത വിജാതീയരോട് ഇടപഴകാതെ ജീവിച്ചു. കാരണം യേശു ജനിക്കേണ്ട ഉദരങ്ങൾ പരിശുദ്ധമായി സൂക്ഷിക്കപ്പെട്ടിരിക്കേണ്ടത് ആവശ്യമായിരുന്നു. കാലങ്ങൾക്ക് ശേഷം യഹൂദർ യെരുശലേം ആലയവും മതിലും പുനർനിർമ്മിക്കാൻ പേർഷ്യൻ രാജാവിൽ നിന്ന് അനുമതി നേടി യെരുശലേമിലേക്ക് പോവുകയുണ്ടായി. എന്നാൽ പ്രാദേശിക ശമര്യക്കാർ നെഹെമ്യാവിനും സംഘത്തിനും പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു. ഈ സംഘർഷം യഹൂദർക്കും ശമര്യർക്കുമിടയിൽ ശത്രുതയുടെ തുടക്കം കുറിച്ചു. മാത്രമല്ല, ഇവർക്കിടയിലെ ശത്രുതയ്ക്ക് മറ്റൊരു പ്രധാന കാരണം ശമര്യർ ന്യായപ്രമാണത്തിൽ ചില തിരുത്തലുകൾ വരുത്തിയും കെട്ടുകഥകളുണ്ടാക്കിയും യഹൂദമതത്തിന്റെ യഥാർത്ഥ സംരക്ഷകർ തങ്ങളാണെന്ന് വാദിച്ചു. ഒന്നാമതായി, വിശ്വാസികളുടെ പിതാവ് അബ്രഹാമല്ല യാക്കോബാണ് എന്ന് വാദിച്ചു. രണ്ടാമത്, അബ്രഹാം ഇസഹാക്കിനെ യാഗം കഴിക്കാൻ കൊണ്ടുപോയത് മോറിയ മലയിലല്ല ശമര്യയിലുള്ള ഗരിസീം പർവ്വതത്തിലാണെന്ന് വാദിച്ചു. മൂന്നാമത്തെ കെട്ടുകഥ യോസേഫിനെ സഹോദരന്മാർ തള്ളിയിട്ട സുഖാറിലെ കിണറ്റിൽ നിന്നും യോസേഫ് പുറത്തു വന്നതോടെ കിണറ്റിൽ വെള്ളം പ്രത്യക്ഷമായി എന്നുമുള്ള കഥകളുണ്ടാക്കി തങ്ങളാണ് യഥാർത്ഥ ഇസ്രായേലിയരെന്നും വാദിച്ചതു കൂടാതെ ജൂതരുമായുള്ള എല്ലാ ബന്ധങ്ങളും വിച്ഛേദിക്കുകയും ചെയ്തു. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ആത്മീയമായി അധപ്പതിച്ച ശമര്യക്കാർ തങ്ങളുടെ യഥാർത്ഥ മതത്തെ മലിനമാക്കുന്നവരായി കണ്ടു. ശമര്യരെ അപരിചിതരും വിജാതീയരുമായി അവർ കണക്കാക്കി. ഇവരുടെ ഈ ശത്രുതയും പിരിമുറുക്കവും യേശുവിൻ്റെ കാലത്തിലും തുടർന്നു. ഒരു സന്ദർഭത്തിൽ യേശു ശമര്യയിൽ തൻ്റെ ദാസന്മാരെ അയച്ചപ്പോൾ അവർ നിരസിക്കപ്പെട്ടു എന്ന കാരണത്താൽ കുപിതരായ യാക്കോബും യോഹന്നാനും ശമര്യരെ സ്വർഗത്തിൽ നിന്നും തീയിറക്കി അവരെ നശിപ്പിക്കുവാൻ യേശുവിനോട് അനുവാദം ചോദിച്ചതായി ലൂക്കോസ് വെളിപ്പെടുത്തുന്നു. ലൂക്കോസ് 9:54. അത് അവന്റെ ശിഷ്യന്മാരായ യാക്കോബും യോഹന്നാനും കണ്ടിട്ട്, കർത്താവേ, ആകാശത്ത് നിന്ന് തീ ഇറക്കി അവരെ നശിപ്പിപ്പാൻ ഞങ്ങൾ പറയുന്നതുപോലെ നിനക്ക് സമ്മതമോ എന്ന് ചോദിച്ചു. അതായത് യഹൂദർ തക്കം കിട്ടുമ്പോഴൊക്കെ ശമര്യരെ ഉന്മൂലനം ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നു എന്നർത്ഥം. മാത്രമല്ല, യേശുവിൻ്റെ കാലത്ത് കൊള്ളരുതാത്തവനാണെന്ന് പറയുവാൻ ഉപയോഗിക്കുന്ന വാക്കുകളിൽ ഒന്നായിരുന്നു ശമര്യൻ എന്ന പദം. യേശുവിനെയും ഒരിക്കൽ യഹൂദന്മാർ ഇങ്ങനെ വിളിക്കുകയുണ്ടായി. യോഹന്നാൻ 8:48. യഹൂദന്മാർ അവനോട്, നീ ഒരു ശമര്യൻ, നിനക്ക് ഭൂതമുണ്ട് എന്ന് ഞങ്ങൾ പറയുന്നത് ശരിയല്ലയോ എന്ന് പറഞ്ഞു. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ശമര്യക്കാരിയായ സ്ത്രീയെ ഒരിക്കലും അവരുടെ പേരിൽ പരാമർശിച്ചിട്ടില്ലെങ്കിലും യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശുവും മറ്റേതൊരു വ്യക്തിയും തമ്മിലുള്ള ദൈർഘ്യമേറിയ കൂടിക്കാഴ്ചയാണിത്. ജൂതർ വെറുക്കുന്ന ഒരു വംശത്തിൽ നിന്നും പേര് പോലും പരാമർശിച്ചിട്ടില്ലാത്ത ഈ ശമര്യ സ്ത്രീയുടെ ചരിത്രം ക്രിസ്തീയ വിശ്വാസികൾക്ക് പ്രധാനമായിരിക്കുന്നത് എന്തുകൊണ്ട്? ഈ സംഭവം എങ്ങനെ പഴയ നിയമവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുവെന്ന് പരിശോധിക്കാം. ആദ്യം ഈ സംഭവം വിവരിക്കുന്ന വചനം വായിക്കാം. യോഹന്നാൻ 4:3 മുതൽ 6 വരെയുള്ള വചനങ്ങൾ. അവൻ യഹൂദ്യദേശം വിട്ട് പിന്നെയും ഗലീലയ്ക്ക് യാത്രയായി. അവൻ ശമര്യയിൽ കൂടി കടന്നുപോകേണ്ടി വന്നു. അങ്ങനെ അവൻ സുഖാർ എന്നൊരു ശമര്യ പട്ടണത്തിൽ യാക്കോബ് തന്റെ പുത്രനായ യോസേഫിന് കൊടുത്ത നിലത്തിനരികെ എത്തി. അവിടെ
യാക്കോബിന്റെ ഉറവുണ്ടായിരുന്നു. യേശു വഴി നടന്ന് ക്ഷീണിച്ചിട്ട് ഉറവിനരികെയിരുന്നു. ഗലീലയ്ക്കും യഹൂദ്യയ്ക്കും ഇടയിൽ ശമരിയ സ്ഥിതി ചെയ്യുന്നതിനാൽ യേശുവിന്റെ കാലത്ത് ശമരിയയിലൂടെ സഞ്ചരിക്കുന്നതിന് പകരം ജോർദാൻ കടന്ന് ഗലീലയ്ക്ക് പോകുന്നത് പതിവായിരുന്നു. ഇതിൽ നിന്നും ഇവർ എത്രമാത്രം ശത്രുതയിലായിരുന്നുവെന്ന് നമുക്ക് ഊഹിക്കാം. ഇത്രയും ദുസ്സഹമായ യാത്ര നിലനിൽക്കുന്ന കാലഘട്ടത്തിലാണ് യേശു ശമരി നാട്ടിലൂടെ തന്നെ പോകുവാൻ തീരുമാനിക്കുന്നത്. യഹൂദരുമായി യാതൊരു സമ്പർക്കമോ സംഭാഷണമോ ഇല്ലാത്ത ശമരിയിൽ കൂടി തന്നെ ഗലീലിയായിലേക്ക് പോകുവാൻ എന്തുകൊണ്ട് യേശു തയ്യാറായി? യേശുവിന് എന്താണ് ആ സ്ത്രീയോട് സംസാരിക്കുവാനുണ്ടായിരുന്നത്? യോഹന്നാൻ 4:7-9 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. ഒരു ശമരിയ സ്ത്രീ വെള്ളം കോരുവാൻ വന്നു. യേശു അവളോട്, എനിക്ക് കുടിപ്പാൻ തരുമോ എന്ന് ചോദിച്ചു. യേശുവിന്റെ ചോദ്യം അവളിൽ ആശ്ചര്യമുളവാക്കി. ജീവിതത്തിൽ ആദ്യമായി ഒരു യഹൂദൻ ശമരിയ സ്ത്രീയോട് വെള്ളം ആവശ്യപ്പെട്ടത് അസാധാരണമായി അവൾക്ക് തോന്നി. അവൾ പാരമ്പര്യത്തിന്റെ മഹിമ നിരത്തി പറഞ്ഞു, നമുക്ക് തമ്മിൽ സമ്പർക്കമില്ലല്ലോ. സംഭാഷണം പുരോഗമിക്കുമ്പോൾ യേശു അവളോട്, യോഹന്നാൻ 4:16-17 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. യേശു അവളോട്, പോയി ഭർത്താവിനെ വിളിച്ചുകൊണ്ടുവരിക എന്ന് പറഞ്ഞു. എനിക്ക് ഭർത്താവില്ല എന്ന് സ്ത്രീ അവനോട് ഉത്തരം പറഞ്ഞതിന്, എനിക്ക് ഭർത്താവ് ഇല്ല എന്ന് നീ പറഞ്ഞത് ശരി. 5 ഭർത്താക്കന്മാർ നിനക്കുണ്ടായിരുന്നു. ഇപ്പോൾ ഉള്ളവനോ ഭർത്താവല്ല. നീ പറഞ്ഞത് സത്യം തന്നെ എന്ന് യേശു പറഞ്ഞു. യേശു പറഞ്ഞ 5 ഭർത്താക്കന്മാർ ആരായിരുന്നു? ഇനി പഴയ നിയമത്തിലേക്ക് പോകാം. ഹോശേയ 2:16. അന്നാളിൽ നീ എന്നെ ബാലി എന്നല്ല ഈശി എന്ന് വിളിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ ബാൽ വിഗ്രഹങ്ങളുടെ പേരുകളെ അവളുടെ വായിൽ നിന്ന് നീക്കിക്കളയും. ഇനി ആരും അവയെ പേർ ചൊല്ലി സ്മരിക്കുകയുമില്ല. ഞാൻ നിന്നെ സദാകാലത്തേക്കും എനിക്ക് വിവാഹത്തെ നിശ്ചയിക്കും. അതെ, നീതിയോടും ന്യായത്തോടും ദയയോടും കരുണയോടും കൂടെ നിന്നെ എനിക്ക് വിവാഹത്തിന് നിശ്ചയിക്കും. ഇവിടെ ദൈവം അരുളി ചെയ്യുന്നു, ശമരിയെ, നീ എന്നെ ഈശി എന്ന് വിളിക്കുന്ന ദിവസം വരും. എബ്രായ ഭാഷയിൽ ഈശി എന്നാൽ പുരുഷൻ അഥവാ എന്റെ ഭർത്താവ് എന്നാണ് അർത്ഥം. അതേസമയം ബാൽ എന്നാൽ യജമാനൻ, ഭർത്താവ് എന്നൊക്കെയാണ്. ബാലി എന്നാൽ എന്റെ കർത്താവ് അല്ലെങ്കിൽ എന്റെ ഭർത്താവ് എന്ന അർത്ഥം. ഇവിടെ ദൈവം അരുളി ചെയ്യുന്നു, എന്നെ നീ ബാലി എന്ന് വിളിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പകരം ഈശി എന്ന വാക്ക് ഉപയോഗിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടാണത്? ഹെബ്രായ ഭാഷയിലെ ഈ 2 വാക്കിനും ഒരേ അർത്ഥമാണുള്ളത്. എങ്കിലും നിങ്ങൾ ബാലി എന്ന വാക്ക് ഉപയോഗിക്കരുത് എന്ന് ദൈവം പറയുന്നു. കാരണം ശമരിയക്കാർ 5 ദേശങ്ങളിലെ ജനങ്ങളുമായി കൂടിച്ചേർന്നപ്പോൾ ബാൽ ഉൾപ്പെടെ മറ്റു പല വ്യാജ ദൈവങ്ങളെയും ആരാധിക്കുവാൻ തുടങ്ങി. അതിനാലാണ് ദൈവം പറഞ്ഞത്, ഞാൻ ബാൽ വിഗ്രഹങ്ങളുടെ പേരുകളെ അവളുടെ വായിൽ നിന്നു നീക്കിക്കളയും. അതായത് ഒരു നാൾ വരും, അന്ന് ഞാൻ എന്റെ ജനം വ്യാജ ദൈവങ്ങളെ ആരാധിക്കുവാനോ അവയുടെ പേര് പോലും ഉച്ചരിക്കുവാനോ ഞാൻ അനുവദിക്കയില്ല. അതിനാൽ ഇനിമേൽ ബാൽ എന്നതിനു പകരം ഈശി എന്ന് വിളിക്കുക. ഇനി യെശയ്യാ പ്രവാചകൻ പറഞ്ഞത് നോക്കാം. യെശയ്യാ 54:5. നിന്റെ സൃഷ്ടാവാകുന്നു നിന്റെ ഭർത്താവ്, സൈന്യങ്ങളുടെ യഹോവ എന്നാകുന്നു അവന്റെ നാമം. ഇസ്രായേലിന്റെ പരിശുദ്ധനാകുന്നു നിന്റെ വീണ്ടെടുപ്പുകാരൻ, സർവ്വഭൂമിയുടെയും ദൈവം എന്ന് അവൻ വിളിക്കപ്പെടുന്നു. ഈ വചനപ്രകാരം യഹോവയാണ് ഇസ്രായേലിന്റെ ഭർത്താവ്. ഈ ഭർത്താവ് ഇസ്രായേലിന്റെ വീണ്ടെടുപ്പുകാരനെന്ന് പറയുന്നു. വേദപുസ്തകത്തിൽ യേശുക്രിസ്തുവാണ് ആ വീണ്ടെടുപ്പുകാരൻ. നമുക്കറിയാം, ആത്മീയമായി ദൈവം ഇസ്രായേലിന്റെയും സഭയുടെയും കാന്തനാണെന്ന് വേദപുസ്തകം പരാമർശിക്കുന്നു. ശമരിയക്കാരിയായ സ്ത്രീ യഥാർത്ഥത്തിൽ ശമരിയരുടെ ആത്മീയ അവസ്ഥയുടെ പ്രതിനിധിയാണ്. അവർ കാലങ്ങളായി ബാൽ ഉൾപ്പെടെയുള്ള മറ്റു ഭർത്താക്കന്മാരുമായി ബന്ധം സ്ഥാപിച്ച് കഴിയുന്നവരായിരുന്നു. ഇസ്രായേൽ അസീറിയക്കാർക്ക് മുന്നിൽ വീണപ്പോൾ അശൂർ രാജാവ് വിഗ്രഹാരാധികളായ 5 ദേശക്കാരെ കൊണ്ടുവന്ന് ശമരിയയിൽ പാർപ്പിച്ചതായി നാം വായിച്ചു. അതായത് ശമരിയർക്ക് 5 വിധ ദൈവങ്ങളും ആരാധനാരീതികളും ബിംബങ്ങളും സ്തംഭങ്ങളും ഉണ്ടായിരുന്നു. യേശു പറഞ്ഞ പോലെ, ഇപ്പോൾ ഉള്ളവനോ
നിന്റെ ഭർത്താവല്ല. യേശു ശമരിയക്കാരിയായ സ്ത്രീയോട് സംസാരിച്ച നിമിഷത്തിൽ ശമരിയക്കാരി യേശുവിനെ അവളുടെ രക്ഷകനായി സ്വീകരിച്ചില്ല എന്നാണ്. യഹൂദിയായിൽ നിന്ന് ശമരിയയിൽ കൂടി ഗലീലയിൽ കടക്കുവാൻ ഏകദേശം 3 ദിവസത്തെ യാത്ര ആവശ്യമായിരുന്നു. എന്നാൽ ശമരിയ ജാതിക്കാരോടുള്ള വെറുപ്പ് നിമിത്തം യഹൂദന്മാർ യഹൂദിയായിൽ നിന്ന് യോർദാൻ വഴി ഗലീലയിൽ പ്രവേശിക്കുമായിരുന്നു. ഈ യാത്രയ്ക്ക് ആദ്യത്തേതിൻ്റെ ഇരട്ടി യാത്ര ചെയ്യണമായിരുന്നു. മാത്രമല്ല, യഹൂദർക്ക് ശമര്യക്കാരുമായി യാതൊരു സമ്പർക്കവും ഇല്ലാത്ത കാലമായിരുന്നു എന്ന് നാം ഓർക്കണം. ഈ സമയത്താണ് യേശു എല്ലാ വിലക്കുകളും ലംഘിച്ചുകൊണ്ട് ശമര്യയിലൂടെ ഗലീലയിൽ പോവാൻ തീരുമാനിക്കുന്നത്. അതിനൊരു കാരണമുണ്ടായിരുന്നു. നമുക്കറിയാം, പഴയ നിയമത്തിലെ പല പ്രവചനങ്ങളും സംഭവങ്ങളും യേശുവിൽ നിവൃത്തീകരിച്ചതായി കാണുവാൻ കഴിയും. അങ്ങനെയൊരു സംഭവമാണ് യേശുവും ശമര്യ സ്ത്രീയും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ നിവൃത്തിയായത്. ഇതാണ് യേശു പറഞ്ഞത്, ന്യായപ്രമാണം എന്നിൽ നിവൃത്തിയാകുന്നു. യേശു പറഞ്ഞ ഈ വചനം എങ്ങനെ യേശുവും ശമര്യ സ്ത്രീയുമായുള്ള കൂടിക്കാഴ്ചയിൽ നിവൃത്തിയായി എന്ന് നോക്കാം. വീണ്ടും യേശുവും ശമര്യ സ്ത്രീയുമായുള്ള സംഭാഷണത്തിലേക്ക് തിരികെ വരാം. യോഹന്നാൻ 4:12. നമ്മുടെ പിതാവായ യാക്കോബിനേക്കാൾ നീ വലിയവനോ? അവനാകുന്നു ഈ കിണർ ഞങ്ങൾക്ക് തന്നത്. അവനും അവന്റെ മക്കളും മൃഗങ്ങളും ഇതിലെ വെള്ളം കുടിച്ചു പോന്നു എന്ന് പറഞ്ഞു. താനും യാക്കോബിന്റെ അഥവാ ഇസ്രായേലിന്റെ മകളാണെന്ന് അവകാശപ്പെടുന്നു. ശമര്യ സ്ത്രീ പറഞ്ഞ യാക്കോബിന്റെ കിണറിന് പുറകിൽ ഒരു ചരിത്രമുണ്ട്. സാറായുടെ ദാസിയായ ഹാഗാറിന് യഹോവയുടെ ദൂതൻ പ്രത്യക്ഷപ്പെടുകയുണ്ടായി എന്ന് നാം ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നു. ഉൽപ്പത്തി 16:13-14 വായിക്കാം. എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുവോ എന്ന് പറഞ്ഞു. തന്നോട് അരുളി ചെയ്ത യഹോവയ്ക്ക്, ദൈവമേ, നീ എന്നെ കാണുന്നു എന്ന് പേർ വിളിച്ചു. അതുകൊണ്ട് ആ കിണറ്റിന് ബേൽ-ലഹയീരോയി എന്ന് പേരായി. അബ്രഹാമിന്റെ ഭാര്യയായ സാറായുടെ ദാസിയായ ഹാഗാർ സാറായെ വിട്ട് മരുഭൂമിയിലേക്ക് ഓടിപ്പോകുമ്പോൾ യഹോവയുടെ ദൂതൻ അവളോട് സംസാരിക്കുന്നതാണ് ഇവിടുത്തെ പശ്ചാത്തലം. അന്ന് ഹാഗാറിന് യഹോവയുടെ ദൂതൻ പ്രത്യക്ഷപ്പെട്ട ഈ കിണറിന് സമീപം ഇസഹാക്ക് താമസിച്ചതായി ഉൽപ്പത്തി 24 കാണാം. ഈ കിണർ തന്നെയാണ് പിൽക്കാലത്ത് യാക്കോബിന്റെ കിണറെന്ന് ശമര്യർക്കിടയിൽ അറിയപ്പെട്ടത്. വിജാതീയ സ്ത്രീയായ ഹാഗാറിന് കിണർ നൽകി അനുഗ്രഹിച്ചവൻ ഇവിടെ മറ്റൊരു വിജാതീയ സ്ത്രീയെ വീണ്ടും അതേ കിണറിനരികിൽ കണ്ടുമുട്ടുന്നു. ഒരിക്കൽ യേശു ഇങ്ങനെ പറയുകയുണ്ടായി, ഇസ്രായേൽ ഭവനത്തിലെ നഷ്ടപ്പെട്ട ആടുകളുടെ അടുത്തേക്ക് മാത്രമാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത്. ശമര്യക്കാരും നഷ്ടപ്പെട്ട ആടുകൾ തന്നെയാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതിനാലാണ് യേശു ശമര്യയിലൂടെ ഗലീലയിൽ പോകുവാൻ തീരുമാനിച്ചത്. വീണ്ടും യേശുവിന്റെ വാക്കുകൾ വായിക്കാം. യോഹന്നാൻ 4:13. യേശു അവളോട്, ഈ വെള്ളം കുടിക്കുന്നവന് എല്ലാം പിന്നെയും ദാഹിക്കും. ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കയില്ല. ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവങ്കലേക്ക് പൊങ്ങിവരുന്ന നീരുറവയായിത്തീരും എന്നുത്തരം പറഞ്ഞു. യേശു നൽകുന്ന വെള്ളം അവനിൽ നിത്യജീവങ്കലേക്ക് പൊങ്ങിവരുന്ന നീരുറവയായിത്തീരും. ഇവിടെ യേശു വാഗ്ദാനം ചെയ്യുന്ന നീരുറവ പഴയ നിയമത്തിൽ ആരാണ് വാഗ്ദാനം ചെയ്തുവെന്ന് നോക്കാം. ജെറമിയ പ്രവാചകൻ എഴുതിയ പുസ്തകം 2:13. അവർ ജീവജലത്തിന്റെ ഉറവയായ എന്നെ ഉപേക്ഷിച്ചു. പഴയ നിയമത്തിലെ തന്നെ മറ്റൊരു വചനം കൂടി വായിക്കാം. യെശയ്യാ 12:3. അതുകൊണ്ട് നിങ്ങൾ സന്തോഷത്തോടെ രക്ഷയുടെ ഉറവുകളിൽ നിന്ന് വെള്ളം കോരും. എന്നാൽ ഇവിടെ നീരുറവ ശമര്യ സ്ത്രീക്ക് യേശുവാണ് വാഗ്ദാനം ചെയ്യുന്നത്. ഇതാണ് യേശു പറഞ്ഞത്, ന്യായപ്രമാണം ഞാൻ നിവർത്തീകരിക്കുന്നു. ഞാൻ ശമര്യയെ വിവാഹം കഴിക്കുമെന്ന് ഹോശയ്യ പ്രവാചകൻ മുഖാന്തരം പറഞ്ഞ പോലെ നിന്റെ ഭർത്താവ് ഇതാ വന്നിരിക്കുന്നു. നിങ്ങൾ ഒരു അന്യായം ചെയ്യാത്ത എന്നെ വിട്ടിട്ട് ജാരന്മാരുടെ പിന്നാലെ പോയി നിങ്ങളെ മിസ്രയീം ദേശത്തു നിന്ന് പുറപ്പെടുവിച്ച് പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നിസ്തംഭത്തിലും മരുഭൂമിയിൽ കൂടി നടത്തിക്കൊണ്ടുവന്ന എന്നെ നിങ്ങൾ അന്വേഷിച്ചില്ല. ഞാൻ എവിടെ എന്ന് നിങ്ങളുടെ പുരോഹിതന്മാർ അന്വേഷിച്ചില്ല. നിങ്ങൾ ബാൽ ദേവനോട് ചേർന്ന് നടന്നു. ഞാൻ യെശയ്യാ പ്രവാചകനിൽ കൂടി അരുളി ചെയ്തതുപോലെ നിന്റെ വീണ്ടെടുപ്പുകാരനായ ഭർത്താവ് വന്നിരിക്കുന്നു. യെശയ്യാവ് 54:5 വായിക്കാം. നിന്റെ സൃഷ്ടാവാകുന്നു നിന്റെ ഭർത്താവ്,
സൈന്യങ്ങളുടെ യഹോവ എന്നാകുന്നു അവന്റെ നാമം. ഇസ്രായേലിന്റെ പരിശുദ്ധനാകുന്നു നിന്റെ വീണ്ടെടുപ്പുകാരൻ. ഇസ്രായേലിന്റെ വീണ്ടെടുപ്പുകാരൻ എന്ന് പറയുന്നതിനാൽ വീണ്ടെടുപ്പുകാരൻ എന്ന ബഹുമതി ലഭിച്ച യോഗ്യതയുള്ള ഒരേയൊരു വ്യക്തി യേശുക്രിസ്തുവാണ്. അങ്ങനെയാണെങ്കിൽ പഴയ നിയമ വാഗ്ദാനങ്ങൾക്ക് പിന്നിൽ മറഞ്ഞിരുന്നത് യേശുക്രിസ്തുവായിരുന്നു. യേശുവും ശമരിയ സ്ത്രീയും തമ്മിലുള്ള സംഭാഷണത്തിലേക്ക് വീണ്ടും തിരികെ വരാം. യോഹന്നാൻ 4:14-28 വായിക്കാം. 14 ഇങ്ങനെ പറയുന്നു, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കയില്ല. ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവങ്കലേക്ക് പൊങ്ങിവരുന്ന നീരുറവയായിത്തീരും എന്നുത്തരം പറഞ്ഞു. 28 വായിക്കാം. അനന്തരം സ്ത്രീ പാത്രം വച്ചിട്ട് പട്ടണത്തിൽ ചെന്ന് ജനങ്ങളോട്, ഞാൻ ചെയ്തതൊക്കെയും എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ വന്ന് കാൺവിൻ, അവൻ പക്ഷേ ക്രിസ്തുവായിരിക്കുമോ എന്ന് പറഞ്ഞു. അവൾ പാത്രം വച്ചിട്ട് നീരുറവയുമായി പോയി. സ്ത്രീ പട്ടണത്തിൽ പോയി ജനങ്ങളോട് പറഞ്ഞു, ഞാൻ എൻ്റെ ഭർത്താവിനെ കണ്ടെത്തി, നമ്മുടെ വീണ്ടെടുപ്പുകാരനെ കണ്ടെത്തി. യഹൂദർ ശത്രുതയോടെ കാണുന്ന പ്രദേശമായ ശമരിയയിലാണ് ഈ സംഭാഷണം നടക്കുന്നത്. കൂടെ നിന്ന് സംസാരിക്കുന്നത് ഒരു യഹൂദനും. എന്നിരുന്നാലും സ്ത്രീ യേശുവിനെ പ്രവാചകനായും മിശിഹായായും അംഗീകരിക്കുന്നു. അവളുടെ സാക്ഷ്യം കാരണം ശമരിയക്കാർ യേശുവിൽ വിശ്വസിക്കുന്നു. വെള്ളം കോരുവാൻ പോയവൾ പിന്നെ നാം കാണുന്നത് സുവിശേഷ വേല ചെയ്യുന്നതാണ്. സ്ത്രീയുടെ സാക്ഷ്യം നിമിത്തം ശമര്യരിൽ പലരും അവനിൽ വിശ്വസിച്ചു. യെരുശലേമിൽ അടയാളം കണ്ടതുകൊണ്ട് പലരും വിശ്വസിച്ചെങ്കിൽ ശമരിയയിൽ വചനം കേട്ടു വിശ്വസിച്ചു. അവർ യേശുവിനോട് അടയാളം ചെയ്യാൻ ആവശ്യപ്പെട്ടില്ല. യേശുക്രിസ്തു ലോകരക്ഷകനാണെന്ന് ആദ്യം ഏറ്റുപറഞ്ഞത് ശമര്യക്കാരായിരുന്നു. യഹൂദനോ ശമര്യനോ വിജാതീയനോ ആകട്ടെ, നാം ശമര്യയിലോ യഹൂദ്യയിലോ ഭൂമിയിൽ എവിടെ ജീവിച്ചാലും നമ്മുടെ വീണ്ടെടുപ്പിനായി അവൻ എല്ലായ്പ്പോഴും ഒരു പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. അജ്ഞതയും അന്ധവിശ്വാസവും നിറഞ്ഞ വിജാതീയരോട് എത്ര സ്നേഹത്തോടും ക്ഷമയോടും യേശുക്രിസ്തു ഇടപെടുന്നതിൽ കൂടി തൻ്റെ ജനതയെ കർത്താവ് എത്രമാത്രം സ്നേഹിച്ചിരുന്നുവെന്ന് തെളിയുന്നു.